നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. 2025 ഡിസംബർ മാസം വളരെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. ഒന്നാമതായി, ഗുരു നവംബർ 11 മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു. കൂടാതെ ഗുരു ഡിസംബർ 5 മിഥുനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയും ചെയ്യുന്നു. അടുത്തതായി ചൊവ്വ 2025 നവംബർ 5 മുതൽ 2026 ഏപ്രിൽ 1 വരെ മൗഢ്യാവസ്ഥയിലാകുന്നു. അടുത്തതായി ശനി 2025 ജൂലൈ 13 മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്ന ശനി 2025 നവംബർ 28 മുതൽ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങും. അടുത്തതായി നമുക്ക് ഗ്രഹനിലയിലേക്ക് കിടക്കാം. സൂര്യൻ ഡിസംബർ മാസത്തിൽ വൃശ്ചികം, ധനു എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഡിസംബർ 1 മുതൽ ഡിസംബർ 15 വരെ വൃശ്ചികൻ രാശിയിലും ശേഷം ഡിസംബർ 31 വരെ ധനുരാശിയിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. കുജൻ ഡിസംബർ 7 വരെ വൃശ്ചികൻ രാശിയിലും ശേഷം ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു. ബുധൻ നവംബർ 23 വക്രാവസ്ഥയിൽ തുലാൻ രാശിയിലേക്ക് രാശി മാറിയ ബുധൻ ഡിസംബർ 6 വൃശ്ചികത്തിലേക്ക് തിരികെ വരുന്നു. ശുക്രൻ നവംബർ 26 വൃശ്ചികത്തിൽ പ്രവേശിച്ചു. ഡിസംബർ 20 ധനുരാശിയിലേക്ക് രാശി മാറും. ഗുരു ഡിസംബർ 5 മിഥുനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. മകരൻ രാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഉത്തിരാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമാര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി. ആദ്യമായി ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. രാശ്യാധിപനായ ശനി 3-ാം ഭാവത്തിൽ ബലവാനായി സ്ഥിതി ചെയ്യുന്നു. വക്രാവസ്ഥയിൽ നിന്ന് നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയ ശനി ഗുണഫലങ്ങൾ കൂടുതലായി നൽകാൻ തുടങ്ങി. ബലവാനായ ശനി മനസ്സിന് സന്തോഷവും ആരോഗ്യവും തൻ്റെ ഇടവും ഉത്സാഹവും മകരൻ രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ നൽകുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സർവാഭിഷ്ട സ്ഥാനത്തും 2-ാം പകുതിയിൽ വിപരീത രാജയോഗത്തോടുകൂടി 12-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന അഷ്ടമാധിപനായ സൂര്യൻ ആരോഗ്യവർദ്ധനവ് നൽകുന്നു. മാസത്തിൻ്റെ ആദ്യവാരം ബുധശുക്രന്മാരും അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. അടുത്തതായി കർമ്മരംഗത്തെക്കുറിച്ച് ചിന്തിക്കും. 10-ാം ഭാവാധിപനായ ശുക്രൻ ഡിസംബർ 20 വരെ 11-ാം ഭാവത്തിലും ശേഷം 12-ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഗ്യഭാവാധിപനായ ബുധനോട് യോഗം ചെയ്താണ് ഈ സമയത്ത് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. 10-ാം ഭാവാധിപൻ്റെ രാജയോഗപ്രദമായ ഈ സ്ഥിതി കർമ്മരംഗത്ത് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. IT, മീഡിയ, അഡ്മിനിസ്ട്രേഷൻ എന്നീ വകുപ്പുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂല ഫലങ്ങളാണ് ലഭിക്കുന്നത്. പ്രൊമോഷനുകളും അംഗീകാരങ്ങളും ലഭിക്കുന്നു. ശമ്പള വർധനവ് ഉണ്ടാകുന്നു. വിപരീത രാജയോഗത്തോടുകൂടി 12-ാം ഭാവത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കും. കുജൻ്റെ 12-ൽ സ്ഥിതിയും അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ആഗ്രഹിക്കുന്ന പദവിയിലുള്ള തൊഴിൽ വിദേശത്ത് ഇവർക്ക് ലഭിക്കും. വ്യാഴം 12-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാസത്തിൻ്റെ ആദ്യ പകുതിയിലുള്ള ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങളാണ് നൽകുന്നത്. വിദേശ ബിസിനസ്സുകൾ വിപുലീകരിക്കാൻ ഈ സമയത്ത് പറ്റിയ സമയമാണ്. വിദേശത്തു നിന്നുള്ള ധനവരവ് വർദ്ധിക്കുകയും ചെയ്യും. 5-ാം ഭാവാധിപനായ ശുക്രൻ്റെ 11, 12 എന്നീ ഭാവങ്ങളിലെ സഞ്ചാരം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്നു. ഈ സമയത്ത് ലഭിക്കുന്ന പഠന വിജയം വളരെ പ്രശംസനീയമായ രീതിയിലായിരിക്കും. പ്രശംസയും അംഗീകാരങ്ങളും ലഭിക്കും. ഉന്നത വിജയത്തിൻ്റെ ഫലമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരവും ലഭിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും ഏറ്റവും ഫലപ്രദം. വിവാഹം ആലോചിക്കുന്ന ആൾക്കാർക്ക് ആഗ്രഹിക്കുന്ന പങ്കാളിയെ ലഭിക്കാൻ സാധ്യത കാണും. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും അനുകൂല ഫലങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. പൊതുവെ ഡിസംബർ മാസം നിങ്ങൾക്ക് വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവും 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും മനപ്രയാസങ്ങൾ ഉണ്ടാക്കാം. ധനച്ചിലവുകൾ വർദ്ധിപ്പിക്കാം. വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കുകയും വാക്കുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയും വേണം. ഡിസംബർ 5 മുതൽ
വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പക്ഷേ വ്യാഴം 6-ാം ഭാവത്തിൽ നിന്ന് മകരൻ രാശിയുടെ 12, 10, 2 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇത് കർമ്മരംഗത്തെ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും വിദ്യാഗുണവും വിദേശയാത്രയ്ക്ക് അനുകൂലതയും നൽകുന്നു. വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തിയാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. അതിനുവേണ്ടി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഭഗവാനെ മഞ്ഞപ്പട്ട് സമർപ്പിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമവും നടത്തുക. ദോഷങ്ങൾക്കെല്ലാം അകൽച്ചയുണ്ടാകും. ഡിസംബർ മാസം പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമായി മാറും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.